നീ അത് നേരത്തെ ഞാൻ നിന്നെ വിളിച്ച് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ നീ ഇത് പറയണമായിരുന്നു. ഇതല്ലാണ്ട് നേരം ഒരു പ്രശ്നവുമില്ല, ഷമീർ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഷമീറിനെ കുറിച്ച് ഞാൻ ആരോടും കുറ്റം പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അയ്യോ ഞാൻ പാവാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എനിക്കിതൊന്നും അറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഷമീറിൻ്റെ പേരെവിടെയും പറഞ്ഞിട്ടില്ല, ചാറ്റാണ് പറഞ്ഞത്, ചാറ്റ് കണ്ട് എനിക്ക് വിഷമം വന്നതാണ്, ഇങ്ങനല്ല നീ പറഞ്ഞതാണ് റോക്സി, ഇങ്ങനെയല്ല നീ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഇതെന്താ ഇപ്പൊ വിഷയം? ഇതിലെന്താ പറയുന്നത്? ഷമീർ സീനാക്കി, ഷമീർ അപമര്യാദ പെരുമാറി, കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പം ഞാൻ നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണ് ആകാശത്തായിരുന്നോ? ഏ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയല്ല, എങ്ങനെയാടാ ഒരു പെണ്ണിന് ഞാൻ ഞാൻ സത്യം പറയട്ടെ, ഈ പെണ്ണുങ്ങൾ ഇത്രയും സംഭവം ഇങ്ങനത്തെ ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയും എന്താ പറയുക, ഇങ്ങനെ വെറി പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയും, എന്നിട്ട് വേറൊരു കാര്യം വേറെ സ്ഥലത്ത് വന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരുമാതിരി ചെറ്റ പരിപാടിയുള്ള ഗേൾസിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും പൊതുവേ, ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, എല്ലാ ഗേൾസിൻ്റെയും കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ കണ്ടത് ഇങ്ങനത്തെ ആയിപ്പോയി, എന്താണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇത് പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ പറയണമായിരുന്നു. ഞാൻ കോൾ ചെയ്തപ്പോൾ ഇത് പറയണമായിരുന്നു. ഷമീറിനൊപ്പമോ?